എല്ലാവർക്കും നമസ്കാരം. ഒരു 40 വർഷം മുമ്പൊക്കെ പാസ്പോർട്ട് എടുക്കാൻ പോയിട്ട് ആ ചരിത്രം ഓർക്കുന്നവർ ഒന്ന് ചിന്തിച്ചേ. അന്ന് എറണാകുളത്തൊക്കെ പാസ്പോർട്ട് എടുക്കാനായിട്ട് 1 കിലോമീറ്ററിലധികമൊക്കെ നീളത്തിൽ ക്യൂ ആയിരുന്നു. രാവിലെ ആ പ്രദേശവാസികളായ ചില ആൾക്കാർ വന്ന് ക്യൂവിൽ കയറി നിൽക്കും. വെളുപ്പിനെ അവർ ക്യൂവിൽ കയറി നിന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്ത് ചെല്ലുന്നവർ 5 രൂപ കൊടുത്താൽ അവർ ആ ക്യൂവിൽ നിന്ന് അങ്ങ് മാറി നിൽക്കും. നമ്മൾ ഈ തിയേറ്ററിലൊക്കെ ബ്ലാക്ക് ടിക്കറ്റിൻ്റെ ബിസിനസ് പോലെ അവർ ക്യൂവിൽ നിന്ന് 5 രൂപയ്ക്ക്, അന്നത്തെ കാലത്ത് ഒരു 2.5 രൂപ 3 രൂപ കൂലിയുള്ളപ്പം 5 രൂപ അവർക്ക് കിട്ടും. അതൊരു ബിസിനസ്സായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത്രത്തോളം പാടായിരുന്നു അന്ന് ഒരു പാസ്പോർട്ട് കിട്ടാൻ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇതിനകത്ത് കയറി ഫോട്ടോകൾ കൊടുത്തു, ആപ്ലിക്കേഷൻ കൊടുത്തു, അതിൻ്റെ കൂട്ടത്തിൽ അതിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാം കൊടുത്താൽ പോലും ഒരു പാസ്പോർട്ട് കൈ കിട്ടുക എന്ന് പറഞ്ഞാൽ 6 മാസം വരെ വേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ 40 വർഷം തൊട്ട് ഇങ്ങോട്ട് ഒരു 10-25 വർഷം വരെയൊക്കെയും ഏതാണ്ട് ഒരു 2008 2010 വരെയൊക്കെ ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കേസേ അല്ലായിരുന്നു. എന്നാൽ ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS പാസ്പോർട്ട് സർവീസ് എടുത്തതിന് ശേഷം ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ പാസ്പോർട്ട് ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കോട്ടയത്ത് കൊടുത്തു. ഞാൻ വ്യാഴാഴ്ച അപേക്ഷ വെച്ച് എന്നെ വെള്ളിയാഴ്ച വിളിച്ചു. വ്യാഴാഴ്ച അപേക്ഷ വെച്ചപ്പോൾ തന്നെ അക്ഷയ സെൻറ്ററിൽ എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ഡേറ്റാണ്, വെള്ളിയാഴ്ച എല്ലാം പറഞ്ഞു. വെള്ളിയാഴ്ച ചെന്നു, രാവിലെ 7 മണിക്ക് ചെന്നു, 8 മണിക്ക് ടോക്കൺ കിട്ടി. 8 മണിക്ക് ടോക്കൺ കിട്ടി, അതിലൂടെ കയറി ഒരാളെ കണ്ടു, രണ്ടാമത്തെ ആളെ കണ്ടു, അടുത്ത മേശയിൽ ചെന്നു, ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തോടെ ചെന്ന് മെയിൻ ഓഫീസറുടെ അടുത്ത് ചെന്ന് 9:30-10 മണിയായപ്പോൾ ഞാൻ വെളിച്ചാടി. 3-4 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ടും കൈവന്നു. സ്വകാര്യവൽക്കരണത്തിൻ്റെ ഏറ്റവും ശക്തമായ ഉദാഹരണം. ഞാൻ പൈസയൊന്നും അവിടെ കൊടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ മകന് പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷ വെച്ചു. അവനെ വ്യാഴാഴ്ച വെച്ചു, അവനെ വെള്ളിയാഴ്ച അവർ വിളിച്ചു. മിക്കവാറും ഈ 1-2 ദിവസത്തിനുള്ളിൽ ഇത് കിട്ടും. വളരെ ലളിതമാക്കി മാറ്റി. ഇപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്കാണ് ഇതെല്ലാം തുറക്കുന്നത്. 10 മണിക്ക് 11 മണിക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കുഞ്ഞച്ചന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കുഞ്ഞച്ചന്മാർ വരുന്ന പോലെ ആടിപ്പാടി 11 മണിക്കൊന്നും അല്ല വരുന്നത്. അവർ 8 മണിക്ക് അവർ തുറക്കുകയും ചെയ്യും. അപ്പട്ടം തൊട്ട് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ അഹമ്മദാബാദിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രി 2 മണി വരെയൊക്കെ ഈ ഓഫീസ് തുറന്നിരുന്ന് കാര്യങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ അതിൻ്റെ രേഖകൾ കിടപ്പുണ്ട്. എന്നുവെച്ചാൽ രാവിലെ 8 മണിക്ക് ഈ ടോക്കൺ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അന്നന്ന് ദിവസത്തേന് അവർ കൊടുക്കുന്ന ടോക്കണിൽ കയറുന്ന ആളുകളെ അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും പരിഹരിച്ചിട്ടേ ഈ കമ്പനിക്കാർ പിന്മാറുള്ളൂ. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ വില്ലേജ് ഓഫീസുകൾ, താലൂക്ക് ഓഫീസുകൾ, കളക്ടറേറ്റ്, പഞ്ചായത്ത്, എന്തിന് സെക്രട്ടേറിയറ്റ് വരെ ഇതുപോലെയുള്ള കമ്പനികളെ ഏൽപ്പിക്കാമെങ്കിൽ എത്ര വൃത്തിയായിട്ട് കാര്യങ്ങൾ നടക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് റിലയൻസ് ഇങ്ങനെ ഒരു കരാറ് കേരള ഗവൺമെൻറ്റിന് സമർപ്പിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അതന്ന് പാസ്സായില്ലെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരത് സമ്മതിക്കുകയില്ല. സെക്രട്ടേറിയറ്റ് തൊട്ട് കളക്ടറേറ്റുകൾ തൊട്ട് താലൂക്ക്, വില്ലേജ്, പഞ്ചായത്തുകളെല്ലാം അവരുടെ അങ്ങനത്തെ സർവീസുകൾ മുഴുവൻ അങ്ങനെ ആകുമ്പോൾ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയിലേക്ക് ഈ ഓഫീസുകൾ മാറും. എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിൽ ഒരു 2 ബിടെക്കുകാർ ഉണ്ടെങ്കിൽ, ഒരു സ്വീപ്പറും ഉണ്ടെങ്കിൽ ഒരു വില്ലേജ് ഓഫീസ് വൃത്തിയായിട്ട് ഓടും. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കൊക്കെ അന്യായ സ്പീഡിൽ കമ്പ്യൂട്ടറും സാങ്കേതികവിദ്യയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. കരം കെട്ടുക, അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട മിക്ക സർവീസുകളും വില്ലേജ് ഓഫീസിലെ മിക്ക സർവീസുകളും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ആ സർക്കാരിൻ്റെ സൈറ്റിലോട്ട് കയറുമ്പോൾ ഈ സൈറ്റ് ഇങ്ങനെ കറങ്ങി നിൽക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇവന്മാരിങ്ങനെ ആക്കിയിട്ടിരിക്കുന്നതാണ്. മനുഷ്യൻ ഇതിനകത്ത് കയറി ഒരു കാര്യവും ഓൺലൈനായിട്ട് ചെയ്യരുത്. ഈ വില്ലേജ് ഓഫീസിലും ഒക്കെ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുന്നത് അക്ഷയാലുമാണ്. അക്ഷയായി പോയാൽ നമ്മൾ പൈസയും കൊടുക്കണം. ഇവന്മാർ 10, 12, 13 എണ്ണത്തിന് ഇവിടെ ശമ്പളം കൊടുത്തിരുത്തിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 ബിടെക്കുകാർ, ഒരു സ്വീപ്പറും ഉള്ള വില്ലേജ് ഓഫീസുകൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇത് കാലാന്തരത്തിൽ ഇവിടെ വന്നേ പറ്റുള്ളൂ. പഞ്ചായത്തിലും 2 ബിടെക്കുകാരും ഒരു സ്വീപ്പറും മതി. അതിൽ ഈ 2 ബിടെക്കുകാരിൽ ഒരാൾ സിവിലുമായിട്ട് ബന്ധമുള്ള ആൾ വേണമെന്നേ ഉള്ളൂ. ഈസി ആയിട്ട് പഞ്ചായത്തിലെ കാര്യങ്ങൾ നടക്കും. അതിന് മാത്രം കാര്യങ്ങളൊന്നുമില്ല, അത് നടക്കും. ഇത് പണിയെടുക്കുകയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയാകുന്നത്. ഒരു താലൂക്കിൽ ചിലപ്പോൾ 2 എന്നുള്ളത് ഒരു 3 പേര് വേണമായിരിക്കും, അല്ലെങ്കിൽ 4 പേരായിക്കോട്ടെ. ഇപ്പോൾ ഒരു വില്ലേജിൽ 10-12 പേരുണ്ട്. ആ 10-12 പേരുള്ളപ്പോൾ ഇവർക്ക് 12 പേരുണ്ടെങ്കിൽ ഇവരുടെ ആവറേജ് ചിലവുകളും ആ കെട്ടിടത്തിൻ്റെ വാടകയും കറണ്ട് ബില്ലും പിന്നെ ബാക്കിയുള്ള അഡീഷണൽ എല്ലാം കൂടെ 10-15 ലക്ഷം രൂപയാവും. അതേസമയത്ത് 2 ബിടെക്കുകാർക്ക് ഓരോ ലക്ഷം വെച്ച് കൊടുത്താൽ പോലും 2 ലക്ഷം. ഒരു സ്വീപ്പറിനെ കൂടെ കൂട്ടിയാൽ ഒരു 3 ലക്ഷം രൂപയ്ക്ക് താഴെ ഇടപാട് തീരും. വില്ലേജ് തീരും, പിന്നെ പഞ്ചായത്തുകളിലൊക്കെ ഈ കറക്റ്റ് ഇത്ര സ്റ്റാഫിൻ്റെ കണക്കൂട്ടലിൽ പോകും. അതായത് നിലവിലുള്ളതിൽ 10-1 സ്റ്റാഫ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ
6.5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ ഈ രീതിയിലാണെങ്കിൽ ഒരു 65,000 പേര് മതി, വേണ്ട 2 ലക്ഷം പേരിലോട്ട് കുറച്ചോട്ടെ. 2 ലക്ഷം പേര് എന്ന രീതിയിലേക്ക് കുറച്ചാൽ, അതിപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ 90% കൊണ്ടും പറ്റിയല്ല. കാരണം ഇവർ പണിയെടുക്കുകയല്ലെന്ന് ഇവർ തീരുമാനിച്ച് വെച്ചിരിക്കുന്നവരാണ്. എങ്ങനെ രാവിലെ താമസിച്ചു വരാം, എങ്ങനെ താമസിച്ചു വന്നാലും വൈകിട്ട് എങ്ങനെ നേരത്തെ വീട്ടിൽ പോകാം, ഇരിക്കുന്ന സമയത്ത് എങ്ങനെ പരമാവധി ഔട്ട്പുട്ട് ഇല്ലാതെ പണിയെടുക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാരാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ഇവരെ വെച്ചോണ്ട് ഇത് ഓടിക്കാൻ പറ്റിയല്ല, ഈ ശാസ്ത്രജ്ഞന്മാരെ വെച്ചോണ്ട് ഈ പരിപാടി ഓടിക്കാൻ പറ്റിയല്ല. അതേസമയത്ത് പുതിയ പിള്ളേർ, ബിടെക്കാർ പിള്ളേർ, ഒരു 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ള സിവിലും കമ്പ്യൂട്ടറും ഒക്കെ വിദ്യാഭ്യാസമുള്ള പിള്ളേരെ ഇത് ഏൽപ്പിക്കാമെങ്കിൽ പടാന്ന് ഇവർ ഈ കാര്യങ്ങൾ നടത്തും. അപ്പോൾ ഈ റിലയൻസ് പോലെയുള്ള കമ്പനികൾ ഇത് ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻറ്റ് സർവീസ് ആ കമ്പനി അവർ നടത്തിയതുപോലെ, പാസ്പോർട്ട് നടത്തുന്നത് പോലെ നമ്മുടെ പഞ്ചായത്തുകളും നമ്മുടെ വില്ലേജുകളും നമ്മുടെ താലൂക്കുകളും നമ്മുടെ സെക്രട്ടേറിയറ്റും കളക്ട്രേറ്റുകളും ഒക്കെ ഇതുപോലെയുള്ള സ്വകാര്യ കമ്പനികൾ ഏറ്റെടുത്ത് അതിനകത്തുള്ള സർവീസുകൾ നടത്തുമ്പം നമ്മളതൊന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിച്ച് നോക്കിയോ, നമ്മുടെ എല്ലാം കാര്യങ്ങൾ എത്ര വൃത്തിയായിട്ട് നടക്കുമെന്ന്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പുരയിടം, തോട്ടം, പുരയിടം വിഷയം. അനേകരുടെ വസ്തു പുരയിടമായിരുന്നത് ഉദ്യോഗസ്ഥന്മാർ ചില തണ്ടികൾ വന്നിട്ട് അത് തോട്ടമാക്കി വെച്ചു. എന്നിട്ട് പിന്നെ ആൾക്കാർ അതിൻ്റെ പുറകെ കാലങ്ങളോളം നടന്ന് അത് പുരയിടമാക്കി. പുരയിടമാക്കിയെങ്കിൽ പോലും ഇവന്മാർ ഇപ്പോഴും തരുന്ന കരംകെട്ട് രസീതിൽ അത് തോട്ടമെന്നാണ് തന്നേക്കുന്നത്. എന്നിട്ടൊരു ചീഞ്ഞ പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട്, ഇത് പുരയിടമായി കാണുന്നു, തഹസീൽദാറിൻ്റെ പച്ചമഷിക്ക് ഒരു ഒപ്പുണ്ട്. ഈ പേപ്പറെങ്ങാനും നശിച്ചെങ്ങാനും പോകുകയോ നഷ്ടപ്പെട്ടു പോകുകയോ അട്ട് പോകുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇത് പിന്നെയും തോട്ടമായി കിടക്കും. ഇങ്ങനത്തെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എന്നോട് പലരും പറയുക, തോട്ടം പുരയിടം പ്രശ്നത്തിൽ ഞങ്ങൾ പെടാപ്പാട് പെട്ട് കിടക്കുക. വിദേശത്തൊക്കെ ഉള്ള പലരും പറഞ്ഞ് ഞങ്ങളുടെ ഒന്നും സ്ഥലമാക്കിയിട്ടില്ല, ഇപ്പോൾ അതിനെല്ലാം 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും വരെ കൈക്കൂലി ചോദിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ വിഷയത്തിൽ, തോട്ടം പുരയിടം വിഷയത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കൈക്കൂലി കൊടുത്ത തുകയും ആ കൈക്കൂലി കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരും താഴെ കമൻ്റ് ഒന്ന് എഴുതി വെക്കാവോ? അങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിക്കുക. അതിൻ്റെ പേരിലൊന്നും നിങ്ങളെ ആരും തല്ലിക്കൊല്ലുമൊന്നുമില്ല. നിങ്ങൾ ആ ഉദ്യോഗസ്ഥൻ്റെ പേരും കൊടുത്ത പൈസയും കൂടി ഒന്ന് കമൻ്റ് എഴുതി വെക്കാവോ? അങ്ങനെയെങ്കിലും ഇവന്മാർക്കൊരു മര്യാദ ഉണ്ടാകട്ടെ. ഞാൻ മനസ്സിലാകുന്ന 2.5 ലക്ഷം രൂപയൊക്കെ തോട്ടം പുരയിടം ആ പ്രശ്നത്തിനകത്ത് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ കൈക്കൂലിയുടെ വഴിയത്. അതുപോലെ പടിഞ്ഞാറ് സൈഡിലോട്ട് പോയാൽ നിലം മാറ്റി പുരയിടമാക്കുന്നത്, നിലം തരം മാറ്റലിന്, അതിനൊക്കെ കോടികളാണ് കൈക്കൂലി പോകുന്നത്. അങ്ങനെയൊക്കെ കൊടുത്തവൻ്റെ പേര് വല്ലതും ഉണ്ടെങ്കിൽ ആ കൊടുത്ത തുകയും ആ കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരും കൂടെ ഒന്ന് എഴുതി പോയി കുറേ ആൾക്കാരൊന്നും അറിയട്ടെ ഇവന്മാരുടെയൊക്കെ സ്വഭാവം എന്നാന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഥലത്തിൻ്റെ തരം മാറ്റലും ബാക്കിയുള്ള പരിപാടിയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കൈക്കൂലി മേടിച്ചത് ചെയ്യാമെങ്കിൽ ഇതിന് നിയമപരമായിട്ട് ചെയ്തു കൊടുക്കാവുന്നതല്ലേ. ഏതൊക്കെയാലും ഉദ്യോഗസ്ഥൻ്റെ പണി പോകുന്ന ഒരു വൃത്തികേടും ഒരു ഉദ്യോഗസ്ഥനും കേരളത്തിൽ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ചെയ്യുന്നത് കൈക്കൂലി മേടിച്ചിട്ടാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും വേണമെങ്കിൽ മനസ്സ് വെച്ചാൽ ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം മനുഷ്യർക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കളഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ റിലയൻസോ ടാറ്റയോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല സർവീസിലേക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ എത്ര വൃത്തിയായിട്ട് നടക്കുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളത് നടക്കുമെന്നുള്ള കമൻ്റ് ഒന്ന് എഴുതി പോയി ആൾക്കാരൊന്ന് കാണട്ടെ. ജനത്തിന് ഇതിനകത്തുള്ള അഭിപ്രായങ്ങൾ അറിയണമല്ലോ. ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ ഉടനെ തന്നെ പറയും, അയ്യോ അവൻ റിലയൻസിൻ്റെ കയ്യിൽ നിന്ന്, ആ ടാറ്റയുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ മേടിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ ആ അംബാനിയെ നേരിട്ട് കണ്ടിട്ടില്ല, ടാറ്റയുടെ ഉടമസ്ഥനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ ഫോട്ടോയ്ക്കകത്തും ടി വിക്കകത്തും ഒക്കെ കാണുന്നതേ ഉള്ളൂ. പക്ഷേ പാസ്പോർട്ട് ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ടുള്ള ആളുകളെല്ലാം പറയുന്നു, അയ്യോ ഇത് സർക്കാർ ഓഫീസാണോ? അല്ലല്ല, ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇതിനകത്തില്ല, ഇത് കരാറാണിത്, ഇതൊരു കമ്പനിയാണ്. നമ്മളെ സംബന്ധിച്ച്, പൊതുജനത്തിനെ സംബന്ധിച്ച് നമുക്ക് സേവനങ്ങൾ കിട്ടിയാൽ മതി. കുറേ കൊള്ളുകല തലവലാദികളെ ചുമക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അത് ആർക്കാണെന്നറിയാമോ ഉത്തരവാദിത്തം? അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കാണ്. രാഷ്ട്രീയക്കാരോട് പറയട്ടെ, നിങ്ങൾ ജനത്തിൻ്റെ മുതുകത്ത് കുതിര കയറാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇത് കൂട്ട് പണി ഇറക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിയാൽ മതി. അത് സ്വകാര്യമാണോ ഉദ്യോഗസ്ഥനുണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. സ്വകാര്യ മേഖലയെ കൊണ്ടാണ് ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 140 എണ്ണത്തിനെ ജയിപ്പിച്ച് അങ്ങോട്ട് വിടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നിരുന്ന് ചെയ്യേണ്ടത്, പൊതുജനത്തിന് പരമാവധി കാര്യങ്ങൾ ലഘൂകരിച്ച് കിട്ടാൻ എന്തൊക്കെ ചെയ്യാം അത് ചെയ്തെടുക്കണം. കരാറ് കൊടുക്കേണ്ടതാണെങ്കിൽ, സ്വകാര്യവൽക്കരിക്കേണ്ടതാണെങ്കിൽ സ്വകാര്യവൽക്കരിക്കണം. ഇതിനിടയ്ക്ക് യൂണിയൻകാരുടെ ജീവിതം വഴിമുട്ടി പോകുന്നേ ഉള്ളൂ. സാധാരണക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വില്ലേജും പഞ്ചായത്തും താലൂക്കും കളക്ട്രേറ്റും
സെക്രട്ടേറിയറ്റും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഉതകുന്ന സ്വകാര്യവൽക്കരണമാണ് അതിന് വഴിയെങ്കിൽ അത് ചെയ്ത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ കുറച്ച് സംസ്ഥാനത്തിൻ്റെ യുവാക്കളുടെ ഭാവിയും സംസ്ഥാനത്തിലെ പൊതുജനത്തിൻ്റെ ഭാവിയും സമൃദ്ധമാകുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.